സംസ്ഥാനത്ത് ലഹരിവേട്ട തുടരുന്നു. മലപ്പുറം അരീക്കോട് 196 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിലായി. കുഞ്ഞ് ജനിച്ചതിന് ലഹരി പാർട്ടി നടത്തിയ പിതാവ് ഉൾപ്പെടെ 4 പേരെ പത്തനാപുരത്ത് അറസ്റ്റ് ചെയ്തു. ഇന്നലെ എറണാകുളത്ത് പിടിയിലായ ഇതര സംസ്ഥാനക്കാരൻ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന മുഖ്യ കണ്ണിയാണെന്ന് പോലീസ് അറിയിച്ചു. 196 ഗ്രാം MDMA-യുമായി പൂവത്തിക്കൽ സ്വദേശി അസീസ്, മുണ്ടേക്കര സ്വദേശി ഷമീർ ബാബു എന്നിവരാണ് അരീക്കോട് വെച്ച് പിടിയിലായത്. പോലീസും ഡാൻസാഫും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. മുട്ടിൽ സ്വദേശി അബ്ദുൽ നാസറിനെ വയനാട് പൊഴുതനിയിൽ വെച്ചാണ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 35 ഗ്രാം MDMA പിടികൂടി. കുഞ്ഞു ജനിച്ചതിന് പത്തനാപുരത്ത് ലഹരി പാർട്ടി നടത്തിയ 4 പേരെ എക്സൈസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശികളായ വിപിൻ, വിവേക്, കിരൺ, ടെർബിൻ എന്നിവരാണ് പിടിയിലായത്. 3-ാം പ്രതി കിരണിന് കുഞ്ഞു ജനിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് ലഹരി പാർട്ടി നടത്തിയത്. പെരുമ്പാവൂരിൽ നിന്ന് ഇന്നലെ 9 കിലോ കഞ്ചാവുമായി പിടിയിലായ റബിൻ മണ്ഡൽ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്ന സംഘത്തിലെ മുഖ്യകണ്ണിയാണെന്ന് പോലീസ് കണ്ടെത്തി. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇയാൾ കഞ്ചാവ് എത്തിച്ചു കൊടുത്തിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിൽ 2 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിലായി. കളമശ്ശേരി സ്വദേശി അഭിലാഷാണ് പിടിയിലായത്. പെരുമ്പാവൂരിൽ 2 ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അസം സ്വദേശികളായ അലി, ഇസ്മായിൽ എന്നിവരാണ് പിടിയിലായത്. തിരുവനന്തപുരത്ത് ലഹരി ഇടപാട് കേസിൽ 2 പേർ അറസ്റ്റിലായി. നഗരത്തിലെ പ്രധാന ഇടനിലക്കാരായ പൂജപ്പുര സ്വദേശി അരുൺ ബാബു, മലയങ്കി സ്വദേശി പാർത്ഥിബൻ എന്നിവരാണ് പിടിയിലായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.